അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ദി ലോസ്റ്റ് വേൾഡ് ജുറാസിക് പാർക്ക് ഡയറക്ടർ സ്റ്റീവൻ സ്പീൽബർഗ് സംവിധാനം ചെയ്ത് 1997 പുറത്തിറക്കിയ ആക്ഷൻ സയൻസ് ഫിക്ഷൻ ജെയിന്റ് ഹൊറർ മൂവിയാണ് ദി ലോസ്റ്റ് വേൾഡ് ജുറാസിക് പാർക്ക്. ജുറാസിക് പാർക്ക് 1 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിനഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അവസാനം ഡൈനോസറുകളുള്ള പാർക്ക് വേറെ വഴിയില്ലാതെ നായകനും നായികയും ആ പാർക്ക് നിർമ്മിച്ച ഹാമണ്ട് എന്ന പ്രൊഫസറും സഹായിയായ മാൽഗവും ഉപേക്ഷിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതാണ്. സിനിമയുടെ തുടക്കം ഐസിലസോർണ എന്ന വലിയ ദ്വീപാണ് കാണിക്കുന്നത്. ആ ജുറാസിക് പാർക്കിൽ കണ്ട പലയിനം ഡൈനോസറുകൾ ഈ ദ്വീപിലാണ് ഉള്ളത്. എന്നാൽ ആ കാര്യമൊന്നും അറിയാതെ ഒരു ഫാമിലി വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഈ ദ്വീപിലോട്ട് വരുന്നു. അവരെല്ലാം കടൽ തീരത്തിരുന്ന് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ കുട്ടി തൊട്ടടുത്ത് കണ്ട കാട്ടിലോട്ട് കളിച്ച് നടന്നു പോവുകയാണ്. അവിടെ വെച്ച് ആ കുട്ടി ഒരു ചെറിയ ബേബി ഡൈനോസറിനെ കാണുന്നു. വലിയ കൗതുകത്തോടെ കുട്ടി അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്നാക്സ് എടുത്ത് അതിന് കഴിക്കാൻ കൊടുക്കുന്നു. കുറച്ചു നേരത്തിന് ശേഷം അവിടെ ഒരുപാട് ഡൈനോസറുകൾ വരുന്നു. മുഴുവൻ ഡൈനോസറിന് കൊടുക്കാനുള്ള സ്നാക്സ് അവരുടെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ആ ഡൈനോസറുകളെല്ലാം ചേർന്ന് കുട്ടിയെ ആക്രമിക്കാൻ തുടങ്ങുന്നു. നിലവിളി കേട്ട് അച്ഛനും അമ്മയും ബാക്കിയുള്ളവർ വന്ന് നോക്കുമ്പോൾ കണ്ടത് വളരെ ക്രൂരമായ ഒരു കാഴ്ചയാണ്. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് മാൽഗമിനെയാണ്. ജുറാസിക് പാർക്ക് 1 കണ്ടിട്ടുള്ളവർക്ക് ഇയാൾ ആരാണെന്ന് മനസ്സിലാകും. തുടക്കത്തിൽ പറഞ്ഞ ജുറാസിക് പാർക്കിൽ നിന്നും രക്ഷപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്ന ആളാണ് ഈ മാൽഗൻ. മാൽഗൻ ഇപ്പോൾ ഹാമണ്ടിനെ കാണാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് ജുറാസിക് പാർക്കിൽ മാൽഗമിന്റെ കൂടെ ഉണ്ടായിരുന്ന പീറ്റർ എന്നയാളെ കാണുന്നു. അവിടെ പാർക്കിനകത്ത് നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ ജനങ്ങളോട് പറഞ്ഞെന്ന് മാൽഗൻ പീറ്ററിനോട് പറയുകയും എന്നാൽ അവർ എന്നെ വിശ്വസിച്ചില്ല, ഞാൻ മണ്ടനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ശേഷം മാൽഗൻ ഹാമണ്ടിനെ കാണുകയാണ്. പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് ഹാമണ്ട് പുതിയ പദ്ധതിയെക്കുറിച്ച് മാൽഗനോട് പറയുന്നു. നമ്മൾ അവിടെ നിന്നും വന്നിട്ട് കുറെ വർഷമായില്ലേ, ഇപ്പോൾ അവിടുത്തെ ഡൈനോസർ എല്ലാം ഇണചേർന്ന് ഒരുപാട് ഡൈനോസറുകളായി കാണും. അതിനെയെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു പുതിയ ടീമിനെ തന്നെ ആ ദ്വീപിലോട്ട് അയക്കണമെന്നും ഡൈനോസറുകളെല്ലാം ദ്വീപിന്റെ സെന്ററിലാണെന്നും എന്നാൽ ഞാൻ അയക്കുന്ന ടീം അതിന് വെളിയിൽ നിന്നും അവയെ നിരീക്ഷിക്കുമെന്നും പറയുന്നു. ഇത് കേട്ട് മാൽഗൻ പൊട്ടിച്ചിരിച്ച് ഇപ്പോൾ ചെയ്യാൻ പോകുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഒരു മതിൽക്കെട്ട് പോലുമില്ലാതെ വിശാലമായ സ്ഥലത്ത് നിന്നും ഒരു ഡൈനോസർ പുറത്തു വന്നാൽ നിങ്ങളുടെ ടീമിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കാൻ പറയുന്നു. തുടർന്ന് ഏത് മണ്ടന്മാരാണ് ഈ പദ്ധതിക്ക് റെഡിയായതെന്ന് മാൽഗൻ ചോദിക്കുമ്പോൾ അവർ വലിയ എക്സ്പീരിയൻസ് ഉള്ളവരാണെന്ന് പറഞ്ഞ് ഹാമണ്ട് അവരെ പരിചയപ്പെടുത്തുന്നു. എഡ്ഡി കാർട്സ്, ഇദ്ദേഹത്തിന് എല്ലാ തരത്തിലുമുള്ള സിസ്റ്റംസ് കൺട്രോൾ ചെയ്യാൻ കഴിയും. രണ്ടാമത്തത് നിക്ക് വാൻ ഓവൻ, ഇദ്ദേഹം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. പിന്നെ ഒരാൾ സാറ, അവൾ ഓൾറെഡി ഐലൻഡിൽ ഉണ്ടെന്നും ഇനിയും നമുക്കൊരാൾ വേണം, അത് നീയാവണമെന്ന് ഹാമണ്ട് മാൽഗമിനോട് പറയുന്നു. ഇത് കേട്ടതും ഫോൺ എടുത്ത് മാൽഗൻ സാറ എന്ന പെൺകുട്ടിയെ വിളിക്കുകയാണ്. കാരണം സാറ മാൽഗമിന്റെ ബന്ധുവാണ്. നീ അപകടത്തിലോട്ടാണ് പോവാൻ പോകുന്നത്, അവിടെ പോവരുതെന്ന് പറയാൻ വേണ്ടിയാണ് മാൽഗൻ സാറയെ ഫോൺ ചെയ്യുന്നത്. എന്നാൽ അവൾ ഓൾറെഡി അവിടെയുള്ള കാര്യം ഹാമണ്ട് മാൽഗമിനോട് പറയുന്നു. ഹാമണ്ട് സെറ്റ് ചെയ്ത ടീം 3 ദിവസം കഴിഞ്ഞ് ഐലൻഡിൽ പോവുകയുള്ളൂ. പക്ഷേ സാറ അവിടെ ഉള്ളതിനാൽ മാൽഗൻ ഇന്ന് തന്നെ അവിടേക്ക് യാത്ര തുടങ്ങണമെന്ന് ആവശ്യപ്പെടുന്നു. മാൽഗൻ അവിടേക്ക് പോകുന്നത് എങ്ങനെയെങ്കിലും സാറയെ നാട്ടിൽ തിരിച്ചു കൊണ്ടുവരാനാണ്. അടുത്ത സീനിൽ ഐലൻഡിൽ പോകുന്ന ടീം മെമ്പറിനെ കാണാൻ പോകുന്ന മാൽഗമിനെയാണ് കാണിക്കുന്നത്. അവർ പരസ്പരം പരിചയപ്പെടുന്നു. മാൽഗമിന് കെല്ലി എന്ന് പറയുന്ന ഒരു മകളുണ്ട്. ഐലൻഡിലേക്ക് വരാൻ കെല്ലിയും വാശി പിടിക്കുന്നു. അവിടെ മുഴുവൻ അപകടം നിറഞ്ഞതാണ്, നിന്നെ ഒരിക്കലും എനിക്ക് അവിടെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് മകളോട് യാത്ര പറഞ്ഞ് മാൽഗൻ ഇറങ്ങുന്നു. അങ്ങനെ അവസാനം അവർ 3 പേരും ഐലൻഡിൽ എത്തുകയാണ്. നിങ്ങൾ അതിനകത്തേക്ക് ഒരിക്കലും പോകരുത്, കയറിയാൽ പിന്നെ ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് ഡ്രൈവർ അവരെ ഉപദേശിക്കുന്നു. തുടർന്ന് GPS-ന്റെ സഹായത്തിൽ സാറയെ അന്വേഷിച്ച് മൂവരും യാത്ര തുടങ്ങുമ്പോൾ മുമ്പിലെ ഒരുപാട് ഡൈനോസർ നടന്നു പോവുകയാണ്. ഇത്രയും ഡൈനോസറുകളെ ഒരുമിച്ച് കണ്ടതിനാൽ നിക്ക് വാൻ ഓവൻ അതിന്റെയൊക്കെ വീഡിയോസ് എടുക്കുകയാണ്. ഷൂട്ട് ചെയ്ത് മുമ്പിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു പെണ്ണ് നിന്ന് ഡൈനോസറുകളുടെ ഫോട്ടോസ് എടുക്കുന്നു. അതെ, ഇവളാണ് സാറ. ഇപ്പോൾ മാൽഗമിന്റെ ജോലി വളരെ എളുപ്പമായി. കാരണം ഇവളെ അന്വേഷിച്ചാണ് മാൽഗൻ ഈ ദ്വീപിൽ തന്നെ വരാൻ തയ്യാറായത്. തുടർന്ന് സാറ വീണ്ടും ഡൈനോസറുകളുടെ ഫോട്ടോസ് എടുക്കാൻ മുമ്പിലോട്ട് പോകുമ്പോൾ അവിടെ സ്റ്റെഗോസറസിനെ കാണുന്നു. അതിനെ അവളെ തലയിടുമ്പോൾ അതിന്റെ കൂട്ടമെല്ലാം വന്ന് അവളെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അതിന്റെ കയ്യിൽ നിന്നും സാറ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു.
ശേഷം അവർ തിരിച്ച് ക്യാമ്പിലോട്ട് പോകുമ്പോൾ അകത്തു നിന്നും തീ കത്തി പുക വരികയാണ്. ചെന്ന് നോക്കി അവർ കണ്ടതാ നിൽക്കുന്നു മാൽഗമിന്റെ മകൾ കെല്ലി. തന്നെ അച്ഛൻ ഒരു കാരണവശാലും ഈ ദ്വീപിൽ കൊണ്ടുവരില്ലെന്ന് മനസ്സിലായതോടെ അച്ഛൻ കാണാതെ ആദ്യമേ വണ്ടിയിൽ കയറി ഒളിച്ചിരുന്നതാണ് കെല്ലി. ശേഷം മാൽഗൻ ഫോൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒട്ടും റേഞ്ച് അവിടെ ഇല്ലായിരുന്നു. ആരെയും ഫോൺ വിളിക്കാൻ സാധിക്കുന്നില്ലല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് എഡ്ഡിയോട് ചോദിക്കുമ്പോൾ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല, റേഞ്ച് വരുന്നത് വരെ ഇവിടെ നമ്മൾ നിൽക്കണമെന്ന് എഡ്ഡി പറയുകയാണ്. ഇതേ സമയം സാറ മാൽഗമിനോട് എനിക്കിപ്പോൾ തിരിച്ചു പോകണ്ട, ഇനിയും കുറെ ഡൈനോസറിന്റെ ഫോട്ടോസ് എടുക്കണമെന്ന് പറയുന്നു. മാൽഗമിനാണെങ്കിൽ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്ന ചിന്തയായിരുന്നു. പക്ഷേ സാറയെ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് അവനിക്ക് പോകാനും പറ്റില്ല. ആ സമയത്ത് അവിടെ ഇഞ്ചൻ കമ്പനിയുടെ കുറച്ച് ടീംസ് വന്ന് ഡൈനോസറുകളെ പിടിച്ചുകൊണ്ട് പോവാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം ഹാമണ്ട് അയച്ച നമ്മുടെ നായകനും സാറയും ബാക്കിയുള്ളവരും വളരെ ദയനീയമായി കാണുകയാണ്. അന്ന് രാത്രി ഇഞ്ചൻ കമ്പനിയുടെ ആളുകൾ ഉറങ്ങുന്ന സമയത്ത് മാൽഗമും കൂട്ടരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അവർ അറിയാതെ അവർ പിടിച്ച് കൂട്ടിലിട്ടിരുന്ന ഡൈനോസറുകളെ തുറന്നു വിടുകയാണ്. ആ ഡൈനോസറുകളെല്ലാം അവിടെ മുഴുവൻ നാശനഷ്ടമുണ്ടാക്കുന്നു. കൂടാതെ അവർ പിടിച്ച ടീറെക്സ് കുഞ്ഞിനെ സാറയും നിക്കും അവരുടെ വണ്ടിയിൽ കൊണ്ടുപോകുന്നു. അതേസമയം ഇപ്പുറത്ത് എഡ്ഡി മരത്തിന് മുകളിൽ ഒരു റെസ്റ്റിംഗ് ബേസ് ഉണ്ടാക്കുന്നു. അതിൽ മാൽഗമും മകളും എഡ്ഡിയും കയറി നിൽക്കുകയാണ്. പെട്ടെന്ന് കാട്ടിൽ നിന്നും എന്തോ വലിയ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ മാൽഗൻ സാറയെ ഫോൺ ചെയ്യുമ്പോൾ അവൾ ഫോൺ എടുത്തിരുന്നില്ല. അതുകൊണ്ട് മാൽഗൻ ഓടി സാറയുടെ അടുക്കൽ പോവുകയാണ്. അവർ ക്യാമ്പ് വണ്ടിയിൽ ഇരിക്കുകയാണ്. അതേസമയം ഒരു ടീറെക്സ് അവിടേക്ക് വരുന്നു. മരണം ഏത് സമയവും അടുക്കുമെന്ന ഘട്ടത്തിൽ ഇവരും. ശേഷം അവിടെ വീണ്ടും ഒരു ടീറെക്സ് വരുന്നു. അപകടം മനസ്സിലായ സാറയും ടീമും കുഞ്ഞു ടീറെക്സിനെ അതിന് തിരിച്ചു കൊടുക്കുന്നു. തുടർന്ന് തന്റെ മകൾ സുരക്ഷിതയാണോന്ന് അറിയാൻ വേണ്ടി മാൽഗൻ എഡ്ഡിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷേ പിന്നെ നടന്നത് നടക്കാൻ പാടില്ലാത്ത സംഭവം. ഡൈനോസർ അവരുടെ ക്യാമ്പിംഗ് വണ്ടിയെ ആക്രമിച്ച് ഒരു താഴ്ചയിൽ ഇപ്പോൾ വീഴും ഇപ്പോൾ വീടില്ല എന്ന ഘട്ടത്തിൽ കൊണ്ടെത്തിക്കുന്നു. ഏവരെയും ത്രില്ലടിപ്പിക്കുന്ന അടിപൊളി സീനുകളാണ് ഈ ഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നത്. സാറ കണ്ണാടിയിൽ വന്നിടിച്ച് തലയ്ക്ക് പരിക്ക് പറ്റുന്നു. അതിനാൽ വണ്ടി കുറച്ചുകൂടെ താഴോട്ട് വീഴാൻ തുടങ്ങുന്നു. എന്നാൽ ദൈവദൂതനെ പോലെ എഡ്ഡി അവിടെ വന്ന് മറ്റൊരു കാറിൽ കയറ് കെട്ടി കയറിന്റെ എൻഡ് ക്യാമ്പിംഗ് വണ്ടിയിലും ലോക്ക് ചെയ്യുന്നു. അങ്ങനെ എഡ്ഡി അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് അവിടേക്ക് രണ്ട് ഡൈനോസർ വരുന്നു. അയാൾ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ ഡൈനോസർ അയാളെ രണ്ട് പീസാക്കി ഭക്ഷിക്കുന്നു. ഇവിടെ ക്യാമ്പിംഗ് വണ്ടി താഴ്ചയിൽ വീണ് പൊട്ടിത്തെറിക്കുന്നു. പക്ഷേ മാൽഗമും കൂട്ടരും എഡ്ഡിയുടെ വണ്ടിയിൽ ലോക്ക് ചെയ്ത കയറിൽ തൂങ്ങി രക്ഷപ്പെട്ട് മുകളിലെത്തുന്നു. എഡ്ഡി മരിച്ചതിൽ അവർക്കെല്ലാവർക്കും വലിയ വിഷമമുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇഞ്ചൻ കമ്പനിയുടെ ആളുകളും മാൽഗമും കൂട്ടരും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകുന്നതാണ്. അന്ന് രാത്രി അവരെല്ലാം നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ ടീറെക്സ് അവിടെ വന്ന് എല്ലാവരെയും നോക്കുന്നത് കൂട്ടത്തിൽ ഒരാൾ ഉറക്കത്തിൽ നിന്നും കാണാനിടയാവുകയും അയാൾ കിടന്ന് നിലവിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും പരിഭ്രാന്തരായി നാല് വാക്കിലും ഓടുന്നു. ഒപ്പം പിന്നാലെ ഡൈനോസറും. കുറെ ആളുകൾ അവിടെ മരിക്കുന്നു. കുറച്ചുപേര് ഒരു ചെറിയ ഗുഹ പോലത്തെ സ്ഥലത്ത് കയറി ഒളിച്ചിരിക്കുമ്പോൾ ഒരാളുടെ ദേഹത്ത് പാമ്പ് കയറി ഇരിക്കുകയാണ്. അങ്ങനെ അയാൾ പേടിച്ച് നീങ്ങുന്ന സമയത്ത് ഡൈനോസർ അയാളെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുന്നു. മറ്റൊരാൾ ഈ സമയം ഡൈനോസറിനെ മയക്കുമരുന്ന് വെടി ഷൂട്ട് ചെയ്യുന്നു. രക്ഷപ്പെട്ടവരെല്ലാം ഓടി കമ്മ്യൂണിക്കേഷൻ റൂമിൽ പോവാൻ തുടങ്ങുമ്പോൾ അവിടെയും കാട്ടിനകത്ത് നിന്നും കുറെ അധികം റാപ്റ്റേഴ്സ് വന്ന് ചിലരെയൊക്കെ പിടികൂടി ഭക്ഷിക്കുന്നു. അങ്ങനെ മാൽഗമും സാറയും നിക്കും കെല്ലിയും കമ്മ്യൂണിക്കേഷൻ റൂമിലെത്തും. പിന്നാലെ ഒരുപാട് റാപ്റ്റേഴ്സും അറ്റാക്ക് ചെയ്യാൻ വരും. നിക്ക് സഹായത്തിനായി ആളുകളെ വിളിക്കുകയും അവിടെ ഒരു ഹെലികോപ്റ്റർ വന്ന് അവരെയെല്ലാം രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അതേ സമയത്ത് തന്നെ ഇഞ്ചൻ കമ്പനിയുടെ ആളുകളും തിരിച്ച് സിറ്റിയിലോട്ട് പോകും. ശേഷം സിറ്റിയിൽ ഒരു മനുഷ്യനും പോലുമില്ലാത്ത വലിയൊരു ഷിപ്പ് ഇടിച്ചു കയറി വരുന്നു. ഈ ഷിപ്പ് നമ്മൾ ജുറാസിക് പാർക്ക് 1 തുടക്കത്തിൽ കണ്ട ഷിപ്പാണ്. അതിൽ ഒരു ടീറെക്സിനെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു. കൂട്ടത്തിൽ ഒരാൾ അബദ്ധവശാൽ അതിന്റെ ലോക്ക് തുറക്കുകയും ടീറെക്സ് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ടീറെക്സ് സിറ്റിക്കകത്തിറങ്ങി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കും. ആ സമയത്ത് മാൽഗമും സാറയും ടീറെക്സിന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ വന്ന ഷിപ്പിന്റെ കൂട്ടിനകത്തേക്ക് പോകുന്നു. പിന്നാലെ ടീറെക്സും. അവർ കുഞ്ഞിനെ കൂട്ടിനകത്താക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ പീറ്റർ എന്ന തുടക്കത്തിൽ കണ്ട ആൾ അവിടേക്ക് വരികയാണ്. ആ ഭീമാകരൻ ജീവി പിന്നിലുള്ള കാര്യം ഈ പീറ്റർ അറിയുന്നില്ല. ടീറെക്സ് പീറ്ററിനെ ആക്രമിക്കുകയും അതിന്റെ കുഞ്ഞ് പീറ്ററിനെ കൊല്ലുകയും ചെയ്യുന്നു. ആ ഒരു സമയം കൊണ്ട് സാറ മയക്കുപടി വെച്ച് ടീറെക്സിനെ ബോധം കെടുത്തുന്നു. ശേഷം ഡോറ് വീണ്ടും ലോക്ക് ചെയ്ത് ടീറെക്സിനെ കൂട്ടിനകത്തേക്കാക്കുന്നു. തുടർന്ന് വലിയ ടീറെക്സിനെയും ചെറിയ ടീറെക്സിനെയും തിരിച്ച് ആ കാട്ടിൽ കൊണ്ടുവിടുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.